സദസ് ഉഷാറായത്. ഞാൻ ഇന്നിവിടെ വന്നത് ഒരു കൊച്ചു കഥ പറയാനാണ്. ഞാൻ കഥ പറയാൻ വലിയൊരു കഥാകാരനൊന്നുമല്ല. എന്നാലും കിട്ടിയ ചാൻസിൽ മണ്ടി കയറി വന്നതാണ്. ഞാൻ പറയുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും ഞാൻ പറയുന്ന കഥയ്ക്കകത്തൊരു വലിയ ഗുണപാഠം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും, ഉറപ്പാണ്. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചക പ്രേമം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണെന്ന് അറിയാമോ കൂട്ടുകാരെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമോശൻ എന്ന് വെച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ ഭാര്യ ആയിഷ ബീവിയുടെ വാപ്പ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ഭാഗ്യവാൻ. ഏതായാലും നമുക്ക് കഥയിലേക്ക് പോകാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. എന്നാൽ ഞാൻ തുടങ്ങട്ടെ. ശരി, കേട്ടോളൂ കൂട്ടുകാരെ. മനോഹരമായ ഒരു പ്രഭാതം മദീന മസ്ജിദ് സ്വഹാബാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് സ്വഹാബാക്കൾ കാത്തിരിക്കുകയാണ്. എന്താണ് സ്വഹാബാക്കൾ കാത്തിരിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന മൊഴിമുത്തുകൾ പറക്കിയെടുക്കാൻ വേണ്ടിയാണ് സ്വഹാബാക്കൾ കാത്തിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. സ്വഹാബാക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആവേശത്തോടെ നോക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ സ്വഹാബാക്കളെ, എനിക്ക് ഏറ്റവും